മാർക്കറ്റ് ഡെപ്ത് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് അതിൽ സെൽ ക്വാണ്ടിറ്റി ആണോ കൂടുതൽ വരുന്നത്, ബൈ ക്വാണ്ടിറ്റി ആണോ കൂടുതൽ വരുന്നതെന്ന് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതേപോലെ സെല്ലിങ് സൈഡിലാണ് കൂടുതൽ ക്വാണ്ടിറ്റി കാണുന്നതെങ്കിൽ പലരും സെല്ല് ചെയ്ത് വിടാറുണ്ട്. ബൈ സൈഡിലാണെങ്കിൽ ബൈ ചെയ്ത് വിടാറുണ്ട്. എന്നാൽ അതിനും അപ്പുറം നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ, നിങ്ങളെ പറ്റിക്കാൻ നിങ്ങളെ മാർക്കറ്റ് ഡെപ്ത് കമ്പനികൾ യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ അതായത് ഒരു മാർക്കറ്റ് പോകാൻ സാധ്യത ഇല്ലാത്ത ഏരിയയിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അവർ ബൈയും സെല്ലും ഒക്കെ ചെയ്ത് വച്ചിട്ടുണ്ടാവും. അത് ഒരിക്കലും ഹിറ്റാവില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. എന്നാൽ ഇത് കണ്ടിട്ട് ഇവിടെ സെല്ലിലാണ് അവർ കൂടുതൽ സ്ഥലത്തും ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ സെൽ ക്വാണ്ടിറ്റി ആയിരിക്കും കൂടുതൽ കാണിക്കുക അല്ലേ. ബൈ സൈഡിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ബൈ സൈഡിലേക്ക് കാണിക്കുക. അപ്പോൾ ബൈ ചെയ്തിൽ അവർ ലിമിറ്റ് ഓർഡറായിട്ട് വെച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി ഇവിടെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകാനെന്ന്. നമ്മളെടുത്ത് വയ്ക്കും മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകും. അതുകൊണ്ട് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് മാർക്കറ്റ് ഡെപ്ത് യൂസ് ചെയ്യും. സോ നിങ്ങൾ അഥവാ ഇത് മാർക്കറ്റ് ഡെപ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതിലെ മെയിനായിട്ടുള്ളൊരു 10 ഏരിയ, 5 or 10 ആ ഒരു പ്രൈസിൻ്റെ അത് മാത്രം, അതിനകത്ത് വരുന്നത് മാത്രം നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ മാർക്കറ്റ് ഡെപ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി എവിടെയാണോ ഏത് പ്രൈസിലാണോ കിടക്കുന്നത് നോക്കുക. ആ പ്രൈസ് ഇന്ന് പോകാൻ സാധ്യതയുണ്ടോ, ആ പ്രൈസിലേക്ക് ഇന്ന് പോകാൻ സാധ്യതയുണ്ടോ, ആ മാർക്കറ്റ് അത്രയും ദൂരെ പോകാൻ, അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും ഒക്കെ പോകാനുള്ള സാധ്യത, ആ ഒരു ഏരിയ നോക്കുക. ഇത്രയും പോകാനുള്ള ഏരിയ ഇല്ലെങ്കിൽ അത് മാനിപ്പുലേഷനാണ്, നമ്മളെ പറ്റിക്കാനാണെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം ഇതിൽ കൂടുതൽ സെല്ലറാണോ ബയ്യറാണോ കാണിട്ട് ആ ഒരു പോയിൻ്റ് കുറച്ചിട്ട് നോക്കുക. ഇവിടെ എത്രയാണ്, ഏതാണ് കൂടുതൽ നിൽക്കുന്നതെന്ന് ആ ഒരു ക്വാണ്ടിറ്റി കുറച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഫാൾസാണോ, നമ്മളെ പറ്റിക്കാനാണോ, ട്രൂത്തായിട്ടുള്ള കാര്യങ്ങളാണോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ. അപ്പോൾ മാർക്കറ്റ് ഡെപ്തിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. നമുക്കത് വെച്ചും സ്ട്രാറ്റജിയിൽ ട്രേഡ് ചെയ്യാം.